നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവെക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാറാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാറുണ്ട്. നമസ്കാരം ശ്രീ ഡോക്ടർ മോഹൻകുമാർ. നമസ്കാരം. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയാണ്. പഞ്ചായത്തിൽ 19 വാർഡുകളാണുള്ളത്. 30-ലധികം റോഡുകൾ, പൊതു ശ്മശാനം, അംഗനവാടികൾ, മറ്റ് കെട്ടിടങ്ങളടക്കം നാടിന്റെ സമഗ്ര വികസനത്തിന് വലിയ മുതൽക്കൂട്ടാണ് വരുത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും 100% നികുതി പിരിവ്, എല്ലാ വർഷവും 100% പദ്ധതി പണം ചിലവഴിച്ച പഞ്ചായത്ത് കൂടിയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. എന്താണ് കാർഷിക മേഖലയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? കാർഷിക രംഗത്തെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നെൽകൃഷി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ നെൽകൃഷി ഇന്ന് സമ്പൂർണ്ണമാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലും മുന്നേറ്റമുണ്ട്. പൊതുവെ ഒരു 13 ഹെക്ടർ പ്രദേശത്ത് കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കമ്പു കൃഷിയുണ്ട്, ഇടവിള കൃഷികളുണ്ട്. പച്ചക്കറി കൃഷിയിൽ നല്ല മുന്നേറ്റമാണ്. നല്ല കുറേയധികം കൃഷിക്കാർ നമ്മുടെ പ്രദേശത്തുണ്ട്. പിന്നെ ഒരു 54 JLG ഗ്രൂപ്പുകൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ അവരുടെ ഉൽപ്പന്നങ്ങൾ വന്നപ്പോൾ അത് വിറ്റഴിക്കുന്ന പ്രശ്നം, അപ്പൊ അത് പരിഹരിക്കാനായി VFPCKയുമായി ചേർന്ന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് VFPCKയുമായി ചേർന്നുള്ള ഒരു വിപണി ഒരുക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് കൂടാതെ നമുക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ തന്നെ ഒരു അഗ്രി കിയോസ്ക്, അത് പ്രധാനമായും കുടുംബശ്രീ യൂണിറ്റുകളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ പഞ്ചായത്ത് കുടുംബശ്രീ ഉപയോഗിച്ചിരുന്ന ഒരു എണ്ണക്കട ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാവേലിക്കര താലൂക്കിൽ ഏറ്റവും അധികം എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തായി മാറി. 59 ഹെക്ടർ പ്രദേശത്ത് ഇന്ന് എള്ള് കൃഷിയുണ്ട്. സ്കൂളിൽ നമ്മൾ പച്ചക്കറി കൃഷി, പൂക്കൃഷി, അതുപോലെ തന്നെ കരനെൽ കൃഷി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇത് കൂടാതെ മഞ്ഞള്, കസ്തൂരി മഞ്ഞൾ, വെറ്റില കൃഷി, തണ്ണിമത്തൻ കൃഷി ചെയ്ത് നോക്കി. അങ്ങനെ സമഗ്രമായ ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വന്തമായി ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓണാട്ടുകര കർഷക മിത്രം എന്നാണ് ആ ജൈവവളത്തിന്റെ പേര്. അത് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ പ്രോജക്റ്റിലൂടെ കൃഷിക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഭാവി അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കി ഏറ്റവും കൂടുതൽ ഭൂമി ആർജിച്ച പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്? സാധാരണ പഞ്ചായത്തുകൾ പഞ്ചായത്തിന്റെ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ട്, CFC ഗ്രാന്റ് ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷെ ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റുകൾ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിയും. ആ പ്രോജക്റ്റുകൾ നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാനും, ഒരു പ്രോജക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വരും. അപ്പൊ അത് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് നമുക്ക് ഉതകും. അപ്പൊ നമ്മൾ വളരെ ഏതാനും ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന ഭൂമിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു 48 ലക്ഷം രൂപ മുടക്കി 88 സെന്റ് സ്ഥലം വാങ്ങിച്ചപ്പോൾ അവിടെ FSTP പ്രോജക്റ്റ് അത് തുടങ്ങുന്നതിന് ചില പ്രാദേശിക എതിർപ്പ് കാരണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും തുടങ്ങാൻ നമുക്ക് കഴിയുന്നതാണ്. 2.25 കോടിയുടെ പ്രോജക്റ്റാണ്. ഇപ്പൊ MLA അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ 1 കോടി രൂപയുടെ ഗ്യാസ് ക്രിമറ്റോറിയം ബഡ്ജറ്റ് നിർദ്ദേശമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ. ഇപ്പൊ 48 മുടക്കിയെടുത്ത് 5-6 കോടി രൂപയുടെ പ്രോജക്റ്റ് വരിക. അതുപോലെ ഞങ്ങൾ മറ്റിടത്ത് ഒരു 60 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അവിടെ ഇപ്പം ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വരികയാണ്. അവിടെ തന്നെ സ്പോർട്സ് കൗൺസിലുകാര് ഒരു ടർഫ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു അംഗനവാടി കെട്ടാൻ വരുന്നു. അപ്പൊ 38 ലക്ഷം ആണ് 2ാമത്തെ സ്ഥലം ഇതിനു വേണ്ടി മുടക്കിയത്. പക്ഷെ അവിടെ നമുക്ക് ഇപ്പൊ തന്നെ ഏതാണ്ട് 2 കോടിക്ക് അടുത്തുള്ള പ്രോജക്റ്റുകളാണ്.
അപ്പൊ അങ്ങനെ നിരവധി ആയ ഇടങ്ങളിൽ നമുക്ക് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗനവാടിക്ക് സ്ഥലം വാങ്ങിക്കുന്നതിന് 3 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് മുടക്കുന്നത്. പക്ഷെ നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രോജക്റ്റ് കൂടാതെ ജില്ലാ പഞ്ചായത്ത് MLA ഫണ്ടിലൊക്കെ അംഗനവാടികൾ പണിയാൻ 50 ലക്ഷം രൂപ വരെ അവിടെ മുടക്കാം. ഒരു ഹെൽത്ത് സബ് സെന്ററിന് നമ്മൾ 5 സെന്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ 54 ലക്ഷം രൂപയാണ് ഹെൽത്ത് ഗ്രാന്റ് കിട്ടുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ അംഗനവാടികൾക്കും എല്ലാ ഹെൽത്ത് സബ് സെന്ററുകൾക്കും സ്ഥലം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ നമുക്ക് പുറമ്പോക്ക് തിരികെ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 28 സെന്റ് കിട്ടി. ഇനി ഒരു 20 സെന്റൂടെ താമസിയാൻ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസനത്തിന് ഈ ഭൂമിയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ് ഇങ്ങനെ ഭൂമി ആർജിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നതിന് നമ്മളെ പ്രേരിപ്പിച്ച ഘടകം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയും സമഗ്രമായിട്ടുള്ള വികസനങ്ങൾ തന്നെയാണ് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കുട്ടികൾക്കായിട്ട് വിജ്ഞാനമുറ്റം, പ്രഭാത ഭക്ഷണം അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് 4 സർക്കാർ സ്കൂളുകളും 7 എയ്ഡഡ് സ്കൂളുകളുമാണുള്ളത്. സർക്കാർ സ്കൂളുകളിൽ നമുക്ക് നന്നായിട്ട് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റ് എയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് കിച്ചൺ കം സ്റ്റോർ അതൊക്കെ ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് സഹകരണത്തോടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ സ്കൂളുകളിലും 11 സ്കൂളുകളിലും ആവശ്യപ്പെട്ടിടത്തെല്ലാം നല്ല ടോയ്ലറ്റുകൾ, അത് പൊതു ടോയ്ലറ്റും ഷീറ്റ് ടോയ്ലറ്റും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ആദ്യമായി പ്രൈമറി തലത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് ആരംഭിക്കുന്നത് ഈ പഞ്ചായത്തിലാണ്. 11 സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഞങ്ങൾ വന്ന വർഷം മുതൽ തന്നെ പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം 3 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നീന്തൽ പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. മുഴുവൻ സ്കൂളിലും യോഗ പരിശീലനമുണ്ട്. തേജസ് എന്ന് പറഞ്ഞൊരു ആയുർവേദ പദ്ധതി കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വിളർച്ച തടയാനും നല്ല പ്രതിരോധശേഷി ഉയർത്തിയെടുക്കാനും ഒക്കെ വേണ്ടി അത്തരം ഒരു പ്രോജക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എല്ലാ സ്കൂളുകൾക്കും ലൈബ്രറികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനമുണ്ട്. കലാപരിശീലനം എല്ലാവർക്കും ഉണ്ട്. വർണ്ണക്കൂടാരം ആരംഭിക്കുകയാണ്. ബാലകേരളം പദ്ധതിയുണ്ട്. നമ്മൾ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ചേർന്ന് കരുന്നൽ കൃഷിയുടെ ഉദ്ഘാടനം ഇവിടെ ആരംഭിച്ചു. അപ്പൊ അവിടെയെല്ലാം നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക്, പച്ചക്കറി കൃഷി, പൂക്കൃഷി ഇതെല്ലാം സ്കൂളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സമഗ്രമായ ഇടപെടൽ ആ മേഖലയിൽ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികൾക്കുള്ള വികസന പദ്ധതികൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിദരിദ്രർക്ക് വീട്ടുവാടക നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്ത് കൂടിയാണ് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേർന്നത്? നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ നടത്തുകയും അതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ ഒരു 41 പേരെയാണ് നമ്മൾ കണ്ടെത്തിയത്. ആ 41 പേരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കും. അതിൽ ഭവനരഹിതരായ ആളുകൾക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി അങ്ങനെ വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലാണ്. അതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ 446 വീടുകൾ, അത് നമ്മുടെ സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്താണ്. ഭൂമി വേണ്ട 59 പേരുണ്ടായിരുന്നു. 59 പേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടും അതിദരിദ്രരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാം നല്ല ഇടപെടൽ പഞ്ചായത്തിൽ നടത്താനായി കഴിഞ്ഞു. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി ഒരു വീട് കൊടുത്തു. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ന്യൂസ് 24 കണക്റ്റും ചേർന്ന് 7 വീടുകൾ കൊടുത്തു. അപ്പൊ ആ നിലയിൽ ഏറ്റവും കൂടുതൽ വീട് ജില്ലയിൽ കൊടുത്തതും നമ്മുടെ പഞ്ചായത്തിനാണ്. തീർച്ചയായിട്ടും കുടിവെള്ള പദ്ധതിയും ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയത് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. ജില്ലയിൽ ആദ്യമായിട്ട് വാട്ടർ ATM സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ആശ്വാസമാകുന്ന തരത്തിൽ. എങ്ങനെയാണ് കുടിവെള്ള പദ്ധതിയൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമ്മുടെ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി വരുന്നത്. അപ്പൊ അവിടെ നേരത്തെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതുകൂടാതെ 5 പദ്ധതികൾ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി 5 പദ്ധതികൾ കൊല്ലകി, കാർത്തികപ്പള്ളി, കണ്ണാട്ടുമോടി, ചുണ്ടയ്ക്കാവിള, വലിയവിള, ചെറുപുഷ്പ 6 പദ്ധതികൾ കൂടി ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ കാലാവധി കഴിയുന്നതോടുകൂടി അതെല്ലാം പൂർണ്ണമാകും. വാട്ടർ ATM അതുകൂടാതെ ഓലകിട്ടിയമ്പലം ജംഗ്ഷനിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ പ്രാദേശികമായി തന്നെ ഇപ്പൊ നമ്മുടെ ജലജീവൻ മിഷൻ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA MS അരുൺകുമാറിന്റെ ഇടപെടലിന്റെ ഫലമായി പായിക്കര ആറ്റിൽ നിന്നും
റെയിൽവേ ക്രോസ് മറികടന്ന് വെള്ളം കൊണ്ടുവരാനുള്ള പദ്ധതി ആയിട്ടുണ്ട്. അങ്ങനെ വൃത്തികാട് കുടിവെള്ള പദ്ധതി എല്ലാം കമ്മീഷൻ ചെയ്യാൻ കഴിയും. പക്ഷെ പ്രാദേശികമായി തന്നെ ഇവിടുത്തെ ജലക്ഷാമം പരിഹരിക്കാനുള്ള ഇടപെടലാണ് പഞ്ചായത്ത് നടത്തിയത്. നമ്മൾ മുൻകാലങ്ങളിൽ ലോറികളിൽ വെള്ളം എത്തിക്കുന്ന പതിവായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്ത് ചെലവഴിച്ചുകൊണ്ടത്. ഇനി അടുത്ത മാർച്ച് മുതൽ ഒരു നയാ പൈസ ഗ്രാമപഞ്ചായത്ത് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരില്ല. ആ നിലയിൽ സമഗ്രമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധിയായിട്ടുള്ള മികച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സമ്പൂർണ്ണ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകളുണ്ട്. അതുപോലെ തന്നെ വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളം നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? റോഡുകളുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു നേട്ടം ഉണ്ടായത് ബഹുമാനപ്പെട്ട MLA MS അരുൺകുമാറിന്റെ പ്രോജക്റ്റുകളിലൂടെ 30-ലധികം റോഡുകൾ ചെയ്യാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മാർച്ച് ആയപ്പോൾ തന്നെ 200-ലധികം റോഡുകൾ, ചെറുതും വലുതുമായ റോഡുകളാണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തോടുകൂടി മാർച്ച് മാസത്തിൽ തെക്കേക്കര പഞ്ചായത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒറ്റ റോഡും ഉണ്ടാവില്ല. അതുപോലെ സമഗ്രമായി ആ പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. സ്ട്രീറ്റ് ലൈനിന്റെ കാര്യത്തിലും സമ്പൂർണമായ പദ്ധതിയാണ്. അവശേഷിക്കുന്ന എല്ലാ മുക്കും മൂലയിലും സ്ട്രീറ്റ് ലൈൻ വലിക്കാനുള്ള പ്രോജക്റ്റാണ് പഞ്ചായത്ത് വെച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ രംഗത്തും പൂർണ്ണമായ വിജയം കൈവരിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയും എടുത്തു പറയേണ്ടതാണ്. ഹോമിയോ ആശുപത്രിക്ക് ദേശീയ അംഗീകാരം ലഭിച്ച പഞ്ചായത്ത് കൂടിയാണ് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ നിരവധി പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ പ്രവർത്തനം ഏതൊക്കെ രീതിയിലാണ് പുരോഗമിക്കുന്നത്? നമുക്ക് ഹോമിയോ ആശുപത്രിക്ക് ദേശീയ അംഗീകാരം കിട്ടി. ആയുർവേദ ആശുപത്രിക്ക് ഉടനെ കിട്ടും. ഹെൽത്ത് സബ് സെന്ററുകളിൽ ഒരു 3 സബ് സെന്ററുകളിൽ ഉടനെ ദേശീയ അംഗീകാരം ആകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവിടെ നമ്മളിത് കൂടാതെ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് യോഗ പരിശീലനം കൊടുക്കുന്നുണ്ട്. 6 കേന്ദ്രങ്ങളിൽ യോഗ പരിശീലനം നടക്കുകയാണ്. ഹോമിയോ ആശുപത്രിക്കും ആയുർവേദ ആശുപത്രിക്കും അതുപോലെ തന്നെ CHC ആവശ്യമായ മരുന്നും മറ്റ് സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല പ്രോജക്റ്റാണ് പഞ്ചായത്ത് വെച്ചിട്ടുള്ളത്. മരുന്നിന്റെ കാര്യത്തിലൊന്നും ഒരു ദൗർലഭ്യവും ഉണ്ടാകാറില്ല. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ മറ്റ് പഞ്ചായത്തുകൾ ചെയ്യുന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന കൂടാതെ ഒരുപക്ഷെ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും പഞ്ചായത്ത് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മുടെ ഈ ജില്ലയിൽ ഏറ്റവും അധികം കൊടുക്കാൻ തുടങ്ങിയ പഞ്ചായത്ത് തെക്കേക്കര പഞ്ചായത്താണ്. പലരും വിളിച്ചതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഹോൾഡിംഗ് കോട്ട് കൊടുക്കുന്നുണ്ട്. മറ്റ് എല്ലാ എക്യുപ്മെന്റ്സും സാധാരണ പഞ്ചായത്തിൽ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുകയാണ്. പിന്നെ എല്ലാ ഹെൽത്ത് സബ് സെന്ററുകൾക്കും ഭൂമി ആർജിക്കുകയാണ്. ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം കൊടുക്കാനുള്ള പ്രോജക്റ്റും പഞ്ചായത്ത് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബാലസൗഹൃദ പഞ്ചായത്താണ്. ഈ ബാലസൗഹൃദ പഞ്ചായത്തിന് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്? ബാലസൗഹൃദ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സ്കൂൾ കുട്ടികൾക്കുള്ള വിവിധങ്ങളായ പ്രോജക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പ്രഭാത ഭക്ഷണവും മരുന്നും മറ്റ് പരിശീലനങ്ങളും ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്കൊരു ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ എല്ലാവിധ വികസനത്തിനും കായിക കലാവികസനം, അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങള്, ബൗദ്ധികമായ കാര്യങ്ങള്, നമ്മുടെ അംഗനവാടികൾക്കെല്ലാം വിജ്ഞാന മുറ്റം എന്ന് പറയുന്ന വായനശാല ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗനവാടികൾക്കെല്ലാം സ്വന്തമായി സ്ഥലം ആർജിക്കുകയാണ്. കുട്ടികൾക്കുള്ള പാർക്കുകൾ ഒരുക്കുകയാണ്. അംഗനവാടികൾ തന്നെ ഹൈടെക് അംഗനവാടികൾ വരികയാണ്. അതിനെല്ലാം ഉള്ള പ്രോജക്റ്റ് നമ്മൾ എടുത്ത് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു ബാലസൗഹൃദ പഞ്ചായത്തായിട്ടുള്ള പഞ്ചായത്തിന്റെ ഒരു പ്രഖ്യാപനം അത് ഔപചാരികമായി നടന്നു കഴിഞ്ഞെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ആ പ്രോജക്റ്റ് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ശ്രീ മോഹൻകുമാർ, സ്ത്രീ ശാക്തീകരണത്തിനും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വീട്ടമ്മമാർക്ക് PSC കോച്ചിങ് അടക്കം നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണ രംഗത്തെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾ പ്രധാനമായിട്ടും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നല്ല ഇടപെടൽ. കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളിലൂടെ കുടുംബങ്ങളുടെ ദാരിദ്ര്യം ലഘൂകരിക്കാൻ വേണ്ടി ഏതാണ്ട് 15 കോടിയിലധികം രൂപ നമ്മൾ പ്രോജക്റ്റുകൾക്ക് വേണ്ടി അവർക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഗ്രാമപഞ്ചായത്ത് തന്നെ നേരിട്ട് പല പ്രോജക്റ്റുകളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക രംഗത്ത് അവരുടെ നല്ല ഇടപെടൽ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് യോഗ പരിശീലനം പരമാവധി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജെൻഡർ റിസോഴ്സ് സെന്റർ നമുക്കുണ്ട്.
മെൻസ്ട്രൽ കപ്പിന്റെ വിതരണം നമ്മൾ നടത്തി. അരുണിമ അങ്കനമിത്രം പോലുള്ള പ്രോജക്റ്റ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം കൊടുക്കാനും പ്രത്യേക ആയുർവേദ പരിരക്ഷയൊക്കെ ഏർപ്പെടുത്തുന്ന പ്രോജക്റ്റുകളാണ് അരുണിമയും അങ്കനമിത്രവും ഒക്കെ. അതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നല്ല പ്രോത്സാഹനം നമ്മൾ നേരിട്ടും വ്യവസായ വകുപ്പ് മുഖേന എല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്ത്രീകളുടെ ശാരീരിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് സാമൂഹ്യമായ ശാക്തീകരണം, സാമ്പത്തികമായ ശാക്തീകരണം, രാഷ്ട്രീയ ശാക്തീകരണം എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല നിലയിൽ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങളുണ്ട്. ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങളും ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പഞ്ചായത്ത്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഭിന്നശേഷിക്കാർക്ക് വയോജനങ്ങൾക്ക് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്? ഭിന്നശേഷി കലാമേള പുനർജനി അടക്കം സംഘടിപ്പിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണല്ലോ. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് മാനസികമായ വെല്ലുവിളികൾക്ക് നേരിടുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഭിന്നശേഷി കലാമേള നടത്തുകയാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ, അവരുടെ കുടുംബാംഗങ്ങളിൽ സ്വയം തൊഴിൽ പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും മറ്റ് ചെറിയ കൃഷികൾ, പെട്ടിക്കട പോലുള്ള ചെറിയ സംരംഭങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സവിശേഷമായ ഒരു പ്രോജക്റ്റാണ് BRC, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പകൽ സമയം ഒരു കെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചെടുത്ത സ്ഥലത്ത് ബഹുമാനപ്പെട്ട മാവേലിക്കര MLA MS അരുൺകുമാറിന്റെ ബഡ്ജറ്റ് നിർദ്ദേശം അനുസരിച്ച് 1 കോടി രൂപയുടെ കെട്ടിടം അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാരംഭിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ആ മേഖലയിലെ നമ്മുടെ ഇടപെടൽ. തീർച്ചയായിട്ടും മാലിന്യമുക്ത പഞ്ചായത്താണ്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സ്റ്റേറ്റിൽ ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ പഞ്ചായത്തിലെ 11 സ്കൂളുകളിലും 32 അംഗനവാടികളിലും സ്റ്റീൽ വാട്ടർ ബോട്ടിൽ കൊടുക്കാനായിട്ട്, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ, പ്ലാസ്റ്റിക്കിന്റെ അപകടങ്ങൾ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു പദ്ധതി പഞ്ചായത്ത് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പം ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് തന്നെ ഹരിത പൊതുയിടങ്ങൾ ഏറ്റവും അധികം ഒരുക്കിയ തെക്കേക്കര പഞ്ചായത്ത്. പഞ്ചായത്ത് പ്രത്യേക അവാർഡ് കിട്ടി. 27 പൊതു ഇടങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. 24 കേന്ദ്രങ്ങളിൽ നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ വെച്ചിട്ടുണ്ട്. 12 CCTV ക്യാമറ മാലിന്യങ്ങൾ തള്ളുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പോർട്ടബിൾ CCTV ക്യാമറ ഈ വർഷം വെക്കുകയാണ്. നമുക്ക് MCF കൂടാതെ അഡീഷണൽ ആയിട്ട് 1-2 കേന്ദ്രങ്ങളെ താൽക്കാലികമായി സജ്ജമാക്കി MCF ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വലിയൊരു MCF സ്റ്റീൽ ഫാബ്രിക്കേഷൻ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് 88 ലക്ഷം രൂപ SBMന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീൽ ഫാബ്രിക്കേഷൻ MCFന്റെ പണി വരികയാണ്. നമുക്ക് ട്രോളികളുണ്ട്, ഇലക്ട്രിക് ഫാൻ ഉണ്ട്. നമ്മുടെ ഹരിതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനമാണ്. അവർക്ക് വേണ്ട യൂണിഫോം, മറ്റ് എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവരുടെ ബോണസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്ന് തെക്കേക്കര പഞ്ചായത്താണ്. അതുപോലെ തന്നെ ആവശ്യക്കാർക്കെല്ലാം ബയോബിൻ കൊടുക്കുന്നുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട്, സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ്. ഈ 4 കാര്യങ്ങൾ ആരാവശ്യപ്പെടുന്നു അത്രയും പേർക്കത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ സമീപനം. അങ്ങനെ നന്നായിട്ട് ഈ മേഖലയിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഈ കാര്യങ്ങളിലെല്ലാം പഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന് പ്രചോദനമാകുന്നതും. ഈ ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വിമുക്ത പദ്ധതികളൊക്കെ എത്രത്തോളമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ലഹരിമുക്ത പരിപാടികളും നന്നായിട്ട് ചെയ്യുകയാണ്. ഞങ്ങള് പ്രത്യേകിച്ച് ആഹ്വാനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട MLA കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട്, MS അരുൺകുമാറിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു. പിന്നെ നിരവധിയായ ക്ലാസ്സുകൾ സ്കൂളുകളിലെ, മറ്റ് പൊതുകേന്ദ്രങ്ങളിലെ, നമ്മുടെ നഗരങ്ങളിലെ ആവാസ കേന്ദ്രങ്ങളിലൊക്കെ, നമ്മൾ ജനങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവായിട്ട് ഒത്തിരി ക്യാമ്പയിനുകൾ നടന്നു. അതുകൂടാതെ കഴിഞ്ഞ മാർച്ച് 24-ാം തീയതിയാണ് നമ്മൾ ഒരു 2-3 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വലിയ നിലയിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഴുകുതിരിയൊക്കെ തെളിച്ച ദീപം തെളിക്കൽ, ലഹരിക്കെതിരെ ദീപം തെളിക്കൽ എന്നുള്ള പരിപാടി നടത്തിയത്. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആഹ്വാനം അനുസരിച്ച് ഏപ്രിൽ മാസം 24-ാം തീയതി മറ്റൊരു ജംഗ്ഷനിൽ അത്തരം പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി.
അങ്ങനെ നിരവധി ഇടപെടലുകൾ അതിൽ നടത്തുന്നുണ്ട്. നമ്മുടെ ജാഗ്രതാ സമിതികളൊക്കെ നമ്മൾ വളരെ വിജിലന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഇതൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയെങ്കിൽ മാത്രമേ ഈ ലഹരി എന്ന് പറയുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് എല്ലാ ജനങ്ങളെയും അണിനിർത്തുക എന്നുള്ള നിലയിലാണ് ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് വെള്ളം കയറുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടോ ഗ്രാമപഞ്ചായത്തിൽ? മഴക്കാലം ഈ വർഷം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അന്ന് ഇടിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്ത് പൊതുവെ ഇല്ല. പക്ഷെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് കുറച്ച് ഇടപെടലുകൾ നടത്തി. നമ്മുടെ 19 വാർഡുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ തൊഴിലാളികളെ അണിനിർത്തിക്കൊണ്ട് ഒരു 4-5 ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ കുറച്ച് സംഭാവന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തോടുകളും കനാലുകളും ശുചീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 2 പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പോള നീക്കം ചെയ്യൽ അതുപോലുള്ള പ്രോജക്റ്റുകൾ, തോടുകളുടെ ആഴം കൂട്ടൽ പ്രോജക്റ്റുകൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെക്കേക്കരൊക്കെ ഒരു പുഴ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റുമുണ്ട്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ നല്ല ഇടപെടൽ നടത്തി. പിന്നെ ആശാവർക്കർമാരുടെയൊക്കെ സഹായത്തോടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ലോറിനേഷൻ അടക്കമുള്ള പരിപാടികൾ ഇവിടെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ ആ മേഖലയിൽ നല്ല ഇടപെടൽ നടത്തി എന്നുള്ളൊരു വിശ്വാസമാണ് ഞാൻ. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ സമഗ്രമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയധികം ഭൂമി ആർജിച്ചിരിക്കുന്നത്. 2.25 ഏക്കർ ഭൂമി ആർജിച്ചിട്ടുണ്ട്. ഈ വർഷവും പ്രോജക്റ്റുകളുണ്ട് ഭൂമി ആർജിക്കാൻ വേണ്ടി. 28 സെന്റ് പറമ്പൊക്കെ പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 20 സെന്റ് പറമ്പൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഭാവിയിൽ ഒട്ടേറെ പ്രോജക്റ്റുകൾ കിട്ടാൻ തീർച്ചയായിട്ടും നമ്മളെ ഇടയാവും. ഇപ്പൊ തന്നെ നമ്മൾ ക്രിമറ്റോറിയത്തിന്റെ പണിയും MCF സ്റ്റീൽ ഫാബ്രിക്കേഷൻ MCF ഒക്കെ തുടങ്ങുകയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ അതെല്ലാം ചെയ്യാനായിട്ട് കഴിയും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തിട്ടെങ്കിലും പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ, ഈ ഡയപ്പർ വലിച്ചെറിയുന്ന പ്രവണത നമ്മുടെ സ്റ്റേറ്റിൽ പൊതുവെ ഉള്ളതാണ്. അതിന്റെ നിർമ്മാർജ്ജന കാര്യത്തിൽ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയപ്പോഴും ആ ഒരു വിഷയം നമ്മൾ നേരിടുകയാണ്. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി സമീപ പഞ്ചായത്തുകൾക്ക് പോലും പ്രയോജനപ്പെടുത്താത്ത നിലയിൽ ഒരു ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ നമ്മൾ കൊണ്ടുവരികയാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് FSTPക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. ജനങ്ങൾക്ക് ഇത് സ്ഥാപിക്കുന്ന പ്രദേശത്ത് കുറെ ഉൾക്കൊണ്ടൊക്കെ ഉണ്ട്. വികസനം നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തോണ്ടേ പറ്റുള്ളൂ. ഭാവിയിൽ അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ഭൂമി സ്വാഭാവികമായിട്ടും പലയിടത്തും നമുക്കിനി ഭൂമി ലഭ്യമാകും. ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് കാർഷിക അനുബന്ധ വ്യവസായങ്ങൾ നമുക്ക് ആരംഭിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. ഒട്ടേറെ സംരംഭങ്ങൾ ഗ്രൂപ്പുകൾക്ക് ആരംഭിക്കാൻ കഴിയും. അപ്പൊ അതിനൊക്കെയുള്ള സ്ഥല സൗകര്യങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. വ്യക്തിഗത സംരംഭങ്ങളൊക്കെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ്. വ്യവസായ വകുപ്പുമായിട്ട് ചേർന്ന് തന്നെ നമ്മൾ 3 വർഷത്തെ ക്യാമ്പയിനിൽ 392 സംരംഭങ്ങളാണ്. അത് ഒരു വ്യക്തി ആരംഭിച്ചുകൊണ്ട് 2 പേര് ചേർന്ന് അല്ലെങ്കിൽ 3-4 പേര് ചേർന്ന് ആരംഭിച്ചതാണ്. അങ്ങനെ 392 സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞ പഞ്ചായത്താണ്. അപ്പൊ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കാർഷിക മേഖലയിൽ ശക്തമായ ഇടപെടൽ, കാർഷിക അനുബന്ധ വ്യവസായം, ഇതൊക്കെയാണ് നമ്മൾ ഭാവി ലക്ഷ്യമാക്കുന്നത്. അതിനെല്ലാം നമ്മുടെ ഭൂമി നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ 19 പഞ്ചായത്ത് മെമ്പർമാർ, അതില് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വികസന പ്രവർത്തനങ്ങളിൽ കൈകോർക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ പൂർണ്ണ സമയം 24 മണിക്കൂറിൽ എത്രമാത്രം സമയം ഉപയോഗിക്കുക അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രംഗങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെടുന്നത്. അതിന്റെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ, പഞ്ചായത്ത് മെമ്പർമാരുടെ എല്ലാം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വെല്ലുവിളി നേരിട്ടത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു 40 വർഷം പഴക്കമുള്ള ഒരു വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ വഴിക്ക് 75 സെന്റിമീറ്ററാണ് വീതി ഉണ്ടായിരുന്നത്.
38 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ആ 75 സെന്റിമീറ്റർ വീതിയുള്ള വഴിയുടെ ഇരുവശവും 6 അടി പൊക്കത്തിൽ മതിലുകളായിരുന്നു. അപ്പൊ അവിടെ വഴി വീതി കൂട്ടിയെടുക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് മുമ്പുള്ള പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പം അത് ആ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അക്വയർ ചെയ്ത് വഴിയുടെ വീതി കൂട്ടാനുള്ള ഒരു നിലയിലേക്ക് വന്നിരുന്നു. അക്വിസിഷൻ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷെ അക്വിസിഷൻ സങ്കീർണവും ദൈർഘ്യമേറിയതുമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞങ്ങൾ ചുമതലയേറ്റ് 30ാമത്തെ ദിവസം തന്നെ ഇതൊരു മനുഷ്യാവകാശ ലംഘന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ഭൂമി വാങ്ങിച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭൂമി വാങ്ങിച്ചെടുക്കാൻ ഗവൺമെന്റിന്റെ അനുമതി പെട്ടെന്ന് തന്നെ കിട്ടി. എന്നാൽ ഭൂമി കൈമാറേണ്ട ആളുകൾ, വിൽക്കേണ്ട ആളുകൾ വിൽക്കാൻ തയ്യാറായില്ല. അതൊരു വെല്ലുവിളിയുടെ പ്രശ്നമായിരുന്നു. അതിനെ ഞങ്ങൾക്ക് കുറെ ഇടപെടലിന്റെ ഫലമായിട്ട് അവരെല്ലാം അനുനയിപ്പിച്ച് നേരെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ നമ്മൾ നേരിട്ട ഒരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ഭൂമി വാങ്ങിക്കുന്ന അവിടെ സെന്റിന് 2,60,60,000-നാണ്. പക്ഷെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വില ഇട്ടുന്നത് 1 ലക്ഷമാണ്. പകുതി പോലും ഇട്ടുതന്നില്ല. അതൊരു വലിയ പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടാക്കി. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഓരോ മേഖലയിലും മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ളത്. നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ പങ്കുവച്ചത്. നന്ദി ശ്രീ ഡോക്ടർ കെ മോഹൻകുമാർ.